ഹായ് എവ്രി വൺ, ഇന്ന് നമുക്ക് ഒരു അടിപൊളിയായിട്ടുള്ള സ്പൈസി ആയിട്ടുള്ള മത്തി മുളകിട്ടത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിൻ്റെ റെസിപ്പി നമുക്ക് നോക്കാം. ഒരു മൺചട്ടി നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്കതിനകത്തേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമുക്കൊരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ നമുക്കൊരു 1/2 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. ഇത് നിങ്ങൾക്ക് ഉലുവയുടെ ടേസ്റ്റ് ഇഷ്ടമല്ലെങ്കിൽ ഈ പാട് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. ഉലുവയൊക്കെ നന്നായിട്ട് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്തേക്ക് ഇടിച്ചു വെച്ചിരിക്കുന്ന ചെറിയുള്ളി ഗാർലിക്കും കൂടി ഇടിച്ചു വെച്ചത് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു 5-6 ചെറിയുള്ളി, ഒരു 2-3 വെളുത്തുള്ളിയാണ് ഞാൻ ചതച്ച് വെച്ചിരുന്നത്. പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പിന്നെ പച്ച സ്മെല്ലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് ഒരു 1 മിനിറ്റും കൂടി ഫ്രൈ ചെയ്തെടുക്കാം. ഇതിൽ കുറച്ച് ഇഞ്ചിയും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇഞ്ചിയൊക്കെ നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ കുറച്ച് കാശ്മീരി റെഡ് ചില്ലി പൗഡർ ആഡ് ചെയ്യുകയാണ്. ഞാനൊരു 3 സ്പൂൺ ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച്, എരിവിനനുസരിച്ച് കൂടുതൽ ആഡ് ചെയ്യാം. പിന്നെ 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം നമുക്ക്. ഇതിനകത്തേക്ക് ഞാൻ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാൻ വാളംപുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ഇതിനകത്തേക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് തിളയ്ക്കാൻ വിടുകയാണ്. അതിൻ്റെ കൂടെ തന്നെ ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ് അതും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. പുളിവെള്ളം തക്കാളിയൊക്കെ ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പം നമുക്കിതിനകത്തേക്ക് മത്തി കൂടി ചേർത്ത് കൊടുക്കും. ഞാൻ മത്തി ഓൾറെഡി മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പൊക്കെ ചേർത്ത് കുറച്ച് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ നമുക്കിതിനകത്തേക്ക് മത്തി കൂടി ചേർത്ത് കൊടുക്കാം. വലിയ മത്തിയായിരുന്നു, അതുകൊണ്ട് ഞാനത് 2ആയിട്ട് മുറിച്ചിട്ടുണ്ട്. ചെറിയ മത്തിയാണെങ്കിൽ നിങ്ങൾക്ക് മുറിക്കേണ്ട ആവശ്യമൊന്നുമില്ല. മത്തി ഇട്ടതിന് ശേഷം നമുക്ക് ഇളക്കി കൊടുക്കണ്ട, ജസ്റ്റ് ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. ഇളക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ കഷ്ണമൊക്കെ പൊടിയോ, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. നമ്മുടെ ചാറൊക്കെ കുറുകി വന്നിട്ടുണ്ട്. മത്തിയൊക്കെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞു. നമുക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുത്ത് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് മൂടി വയ്ക്കാം. സ്വിച്ച് ഓഫ് ചെയ്തിട്ട് മൂടി വയ്ക്കാം. ഇപ്പം നമ്മുടെ അടിപൊളി മത്തിക്കറി റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ചോറിൻ്റെ കൂടെയോ കപ്പയുടെ കൂടെയോ ദോശയുടെ കൂടെയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും സെർവ് ചെയ്യാം. നല്ല സ്പൈസി ആയിട്ടുള്ള കറിയാണ്. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ആൻഡ് ഇഫ് യു ലൈക്ക് ദ വീഡിയോ, പ്ലീസ് ഷെയർ, ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.